അപ്പോൾ ലാസ്റ്റ് ഓണം സെലിബ്രേഷൻ ഡേ എത്തിയിട്ടുണ്ട്. അത് നമ്മളുടെ തറവാട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പോൾ 6 മണിക്കാണ് ഇറങ്ങിയിരിക്കുന്നത്. അതും ഉമ്മയുടെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയിട്ടാണ് കേട്ടോ തറവാട്ടിൽ പോവുക. ഇതെൻ്റെ കസിൻ്റെ മോളാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം കൂടി അവിടെ നിന്ന് ഇറങ്ങി തറവാട്ടിലേക്ക് ചെന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഓരോരുത്തർ വരുന്നുണ്ടായിരുന്നു. കളർ എന്തിയേ വരച്ചിട്ട് അതിൻ്റെ ഒരു ഫ്ലവർ ഒന്നുകൂടെയും കൂടി നമുക്ക് വരച്ചു കൊടുക്കാം. പിന്നെ ഈ കാണുന്ന രണ്ടുപേരാണ് എൻ്റെ അനിയത്തിമാർ. അയ്യോ കൂടിക്കഴിഞ്ഞാൽ ചിരിച്ചൊരു വഴിയാവും. വല്ലപ്പോഴൊക്കെയാണ് ഇങ്ങനെ കാണുക. അതുകൊണ്ട് എല്ലാ കഥ പറച്ചിലും ഒക്കെ ഉണ്ടാവും. പിന്നെ ഇനിയും കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ. അവരാർക്കും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെ കൂടുന്ന വല്ലപ്പോഴും ആണ്. കാരണം ഞാനിപ്പോൾ പുറത്താണ്. ഇപ്പോൾ പിള്ളേരാണെങ്കിലും പഠിക്കാനൊക്കെ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും കിട്ടുകയെന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി. ആ ഡേ സൂപ്പർ ആവുകയും ചെയ്യും കേട്ടോ. ഇതെന്തൊക്കെയാണുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യും. ചോറും അച്ചാറില്ല, ഫിഷും പിന്നെ ഇത് ഓക്കെ. അപ്പോൾ സെറ്റ്. താങ്ക് യു. പിന്നെ അത് കഴിഞ്ഞ് പിള്ളേർക്ക് ഫോട്ടോ എടുത്തു കൊടുത്തു. അവരെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചു. നമ്മൾ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ. ഇവരെ കാണുമ്പോൾ നമ്മളുടെ ആ ഒരു കുട്ടിക്കാല സമയം ഇങ്ങനെ ഓർമ്മ വരും. നെക്സ്റ്റ് വഴിക്കും ഫോട്ടോസ്, വീഡിയോസ്, ഫുഡ് കഴിക്കൽ, ഇതെല്ലാ പരിപാടീസും കഴിഞ്ഞ ശേഷം എല്ലാവരും ഒന്ന് സൈഡായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓണപരിപാടീസൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ലൊരു ഓണമായിരുന്നു. നല്ല ഹാപ്പി ആയിരുന്നു. കുറേ നാൾക്ക് ശേഷമാണ് എല്ലാവരും ഒരുമിച്ച് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓണം അടിച്ചു പൊളിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വിൽ സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.